നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാലയെ നമ്മുടെ മലയാളികളുടെ അഭിമാന താരമായ ഇന്ത്യൻ ഇതിഹാസ ഫുട്ബോളർ IM വിജയൻ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. കാര്യം, ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങി 3 കളി ബ്ലാസ്റ്റേഴ്സ് കളിച്ചു, 3ലും തോറ്റു. കഴിഞ്ഞ ദിവസം ഇന്റർ കാശിയോട് 1-2 ഗോളിനുകൂടി തോറ്റോടുകൂടി 3 കളിയും തോറ്റു. ഇതാണ് വിജയനെ പ്രകോപിപ്പിച്ചത്. വിജയൻ പറയുന്നത് കോച്ചായാലും കളിക്കാരായാലും ഒരു താളം കണ്ടെത്തിയിട്ടില്ല, ഗെയിം പ്ലാൻ പൂർണ്ണമായും പരാജയമാണ് എന്നാണ് IM വിജയൻ അദ്ദേഹം മലയാള മനോരമ പത്രത്തിൽ എഴുതുന്ന കോളത്തിൽ പറയുന്നത്. ഒരു തരത്തിലും ഗെയിം പ്ലാനിൽ ഒരു കൃത്യമായ ധാരണ ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. പ്രത്യേകിച്ച് പണ്ട് പരീക്ഷിച്ച് പരാജയപ്പെട്ട ലോങ് ബോൾ തന്ത്രം, അത് വീണ്ടും കറ്റാല പൊടി തട്ടിയെടുത്ത് അത് ആ പരാജയപ്പെട്ട തന്ത്രം തന്നെയാണ് ഇപ്പോഴും പ്രയോഗിക്കുന്നത് എന്ന് വിജയൻ പറയുന്നു. ഒപ്പം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ ക്യാപ്റ്റനെ, ഒരു സെൻറ്റർ ബാക്ക് താരമായ ഒരു യുവ കളിക്കാരൻ, അയാളെ ക്യാപ്റ്റനാക്കിയതിന് ശേഷം 3ാമത്തെ കളിയിൽ തന്നെ പ്ലേയിങ് 11-ൽ അയാൾക്ക് സ്ഥാനമില്ലാതായതിനെയും വിജയൻ കണക്കിന് വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ആ കളിക്കാരനോടുള്ള അനീതിയാണ്, അയാളുടെ ആത്മവിശ്വാസം തകർക്കുന്ന പരിപാടിയാണ് എന്ന് വിജയൻ പറയുന്നു. ഗോൾ മുഖത്ത് നിന്ന് ദൂരേക്ക് കൊടുക്കുന്ന ലോങ് ബോളുകൾ ലക്ഷ്യം തെറ്റിയ മിസൈലുകളാണ് എന്നാണ് മനോരമയിലെ കോളത്തിൽ IM വിജയൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരിക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കടുപ്പമേറിയ ഒരു കാര്യമാണ് എന്ന് തന്നെ IM വിജയൻ പറയുന്നു. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഫുട്ബോൾ എന്ന് പറയുന്നത് IM വിജയനെ പോലുള്ള താരങ്ങൾക്ക് ചുറ്റിപ്പറ്റി ഒരുപാട് കാലം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ IM വിജയനെ പോലുള്ള മുൻ കളിക്കാർ, ഇതിഹാസ മാനമുള്ള കളിക്കാർ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. വിമർശനങ്ങളെ സ്വയം വിമർശനമായാലും മറ്റുള്ളവർ വിമർശനങ്ങളെയും ആ രീതിയിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ അർത്ഥത്തിൽ വിജയൻ്റെ മനോരമയിലെ ഈ വിമർശനങ്ങൾ, മനോരമയിൽ എഴുതിയ കോളത്തിലെ ഈ വിമർശനങ്ങൾ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാകാനാണ് സാധ്യത.